എഴുതിക്കോളൂ. മെഥനോൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. മെഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആൽക്കഹോളിൽ ഒരു ഇമ്പോർട്ടന്റ് സോൾവെന്റ് ആയിട്ട്, അതായത് പെയിന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർണിഷ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോളാണ് മെഥനോൾ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ കൊമേഴ്ഷ്യലി വാല്യൂബിൾ ആയതുകൊണ്ട് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ catalytic hydrogenation. It is prepared by catalytic hydrogenation of carbon monoxide. അതായത് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ മോണോക്സൈഡിനകത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് രണ്ടെണ്ണമാണ്, ഒന്നെങ്കിൽ സിങ്ക് ഓക്സൈഡോ അഥവാ Cr2O3 ക്രോമിയം ഓക്സൈഡോ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കും. ക്രോമിയത്തിന്റെ 2-3 ഓക്സൈഡ് ഉണ്ട്, അതിൽ ഈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 200 to 300 atm പ്രഷറും 573 to 673 കെൽവിൻ കൊടുത്തു കഴിഞ്ഞാൽ മെഥനോൾ ഉണ്ടാവും, CH3OH. ഇതും ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു റിയാക്ഷൻ. അപ്പം ഈ മെഥനോളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊന്നും ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളേ. മെഥനോൾ ഹൈലി പോയിസണസ് ആണ്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ബ്ലൈൻഡ്നെസ് ആണ് ഉണ്ടാകുന്നത്, പിന്നെ മരിച്ചു പോകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അത് എഥനോൾ ഇരിക്കുന്ന പോലെ തന്നെ മെഥനോൾ ഇരിക്കുന്നത്. പക്ഷെ എഥനോൾ കുടിക്കാൻ പറ്റും, മെഥനോൾ കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 330 കെൽവിൻ ആണ്. സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പെയിന്റ് ഇൻഡസ്ട്രിയിൽ, വാർണിഷ് ഇൻഡസ്ട്രിയിൽ. അതേപോലെ തന്നെ ഫോർമാൽഡിഹൈഡ്, നമുക്കറിയാം ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൽഡിഹൈഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ഈ ഫോർമാൽഡിഹൈഡ്, ഈ മെഥനോളിൽ നിന്ന് മെഥനാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെഥനാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബയോളജിക്കൽ സ്പെസിമെൻസ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ, ടെസ്റ്റ് ട്യൂബ് ബേബികള്, പാമ്പ്, അതേപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള ഈ എന്താ പറയുക ബോഡി സ്പെസിമെൻസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കും. അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ഈ മെഥനോൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി എഥനോൾ എന്നും കൂടെ എഴുതിക്കോ. എഥനോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോളിനെയാണ് എഥനോൾ എന്ന് പറയുന്നത്. ഈത്തൈൽ ആൽക്കഹോൾ എന്നാണ് അതിന് പറയാ. അത് ഷുഗറിന്റെ ഫെർമെന്റേഷൻ വഴിയാണ് നമ്മളത് നിർമ്മിച്ചെടുക്കുന്നത് കേട്ടോ. ഷുഗറിന്റെ ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ. അത് ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ പല സിനിമയ്ക്കകത്തും നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു കല ഇങ്ങനെ മണ്ടയ്ക്ക് അടുക്കി വെച്ചിരിക്കുന്ന പരിപാടി. അതായത് ചാരായം വാറ്റുക എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. അത് ഈ പരിപാടിയാണ്, ഈ എഥനോൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഫെർമെന്റേഷൻ നിങ്ങൾ കണ്ടിട്ടില്ല, അതിനകത്ത് പല ഫ്രൂട്ട്സ് ഒക്കെ ഇടും. ഈ പറഞ്ഞ പോലെ തന്നെ അല്ലേ, തമാശയ്ക്ക് പറയും ബാറ്ററിയും പല്ലിയൊക്കെ ഇടും. അത് ചുമ്മാതാ. ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് എന്താണ് അതിന്റെ ഷുഗറിനെ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഈ എഥനോൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം അത് എങ്ങനെ, അതിന്റെ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. അതിന്റെ റിയാക്ഷൻ മാത്രമേ എഴുതുന്നുള്ളേ. അതായത് C12H22O11 ഇതാണ് ആ ഫ്രൂട്ട് കണ്ടന്റ്സിനകത്തൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ടിനകത്തൊക്കെയുള്ള ഷുഗറിന്റെ ഫോർമുലയാണ് ഇത്. സൂക്രോസ് ആണ്. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ. ഓക്കെ, ഈ ഷുഗറിനെ വാട്ടറുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാം, H2O, ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം നീഡ് ഇൻവെർട്ടേസ്. ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ മോള് കംപ്ലീറ്റ് റിയാക്ഷൻ തന്നു, പക്ഷെ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇവിടെ എ എന്ന് പറഞ്ഞില്ല, വാട്ട് ഈസ് എ എന്ന് പറഞ്ഞ അങ്ങനെ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ABC ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡന്റിഫൈ എ എന്ന് പറഞ്ഞ് ചോദിച്ചത്. അപ്പം ഈ ഇൻവെർട്ടേസ് എന്നായിരുന്നു എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ ഈ ഷുഗർ സൊല്യൂഷനകത്ത് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസ് ഉണ്ടാകും. C6H12O6 പ്ലസ് C6H12O6 ഉണ്ടാവും. ഓക്കെ, ഇനിയും ഇത് ഒരെണ്ണം ഗ്ലൂക്കോസ് ആണ്, ഒരെണ്ണം ഫ്രക്ടോസ് ആണ്. ഇതെന്തുകൊണ്ടാണ് ഫോർമുല ഒരേപോലെ ഇരിക്കുന്നത് പക്ഷെ പേര് വേറെ, പ്രോപ്പർട്ടി വേറെ എന്താ അങ്ങനെയുള്ള വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇതിന്റെ സ്ട്രക്ചർ വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയും, അവിടെ പറഞ്ഞുതരാം. ഇനിയും നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്ലൂക്കോസിനോ ഫ്രക്ടോസിനോ എടുക്കുന്നു. C6H12O6 നമ്മൾ എടുക്കുന്നു. തൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആക്ട് ചെയ്യുന്നു. തൈമേസ് ZYMASE. തൈമേസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്യുമ്പോൾ അവിടെ C2H5OH